ഇട്. ഏർപ്പാടായി ഓണായോ? ആ വെച്ചോളൂ. ഇതിനകത്തോട്ട് എടുക്കും മക്കളെ. ഇതെടുക്ക അതിനകത്തല്ല ഇതെടുക്ക. ഞാൻ എടുത്തോളാം. ഇതൊന്ന് ഫ്ലഷ് എടുത്തേ. ഹലോ മോനെ ഇപ്പം നേരത്തെ കാണിച്ച നെയ് കുമ്പളങ്ങ 4 കറി വെച്ചിരിക്കുക. അതിനകത്ത് കുരുവുണ്ട്. ആ കുരു എടുത്ത് മാറ്റണം. മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സൈഡിൽ തൊലി നമുക്ക് കട്ട് ചെയ്യാൻ ഒക്കില്ല. കാരണം ഇത് ഭയങ്കര കട്ടിയാണ്. ഭയങ്കര പിച്ചാച്ചുകൊണ്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ടത് ഇത് മുറിച്ചിട്ട് ഈ ഫ്ലഷ് നമ്മളൊരു പിച്ചാത്തി വിട്ട് ചുരണ്ടി ചെറിയ മിക്സിക്കകത്തോടണം. അത് കറക്റ്റായിട്ട് കാണിക്കാം. അതിനകത്തിട്ട് എനിക്ക് പറ്റില്ല. മക്കളെ പിടിക്കും. മോള് ഇത് വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കും. മോള് ഇത് കാണിച്ചാൽ ഞാൻ ചെയ്യുന്നത് കാണിക്കുക. അത് ഇച്ചിരി ഇങ്ങോട്ട് വെക്കൂ. മിക്സി ഇത് നോക്ക. നീ മിക്സിയിലല്ല ഇത് കാണിക്കേ. ഞാൻ അതാ കാണിക്കുന്നേ. അല്ലാതെ ഇതിൻ്റെ തോടെടുക്കാൻ ഒക്കില്ല. അപ്പോൾ ഇതിനകത്തിട്ട് ഇങ്ങനെ എടുക്കാൻ ഒക്കുള്ളൂ. ഇത് കറക്റ്റായിട്ട് ഇത് കാണണം. ഞാൻ എടുക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. എന്താ അങ്ങനെ മുക്കി പിടിക്കല്ലേ ചുരണ്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതായത് തൊലി നല്ല ഇനിയുണ്ട്. തൊലി ഭയങ്കര കട്ടിയായതുകൊണ്ട് ഇത് പിച്ചാത്തിക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അങ്ങനെ കട്ടിയാണല്ലേ? ഭയങ്കര കട്ടിയാണ്. അങ്ങനെ വെള്ളം പിടിച്ചാൽ എടുക്കാൻ മതിയോ? ഇത് മതിയോ? അതും കൂടെ നീര് കിട്ടത്തുള്ളൂ. പോരെ? അത്ര എടുത്താ? അത് മതി. അടിക്കുന്ന കാണിക്കണം. കാണിച്ചു കൊടുക്കണം. ആ ചെയ്യുന്നത് കാണിക്കണം. ഇതിലോട്ട് കാണിക്കണം. എവിടെ അറിയാനാണ്? ഇതിൽ ശരിക്കും ഇട്ടെങ്കിലേ ഇത് നീര് കിട്ടുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവാത്തല്ല നിധി. അതും കൂടെ കണ്ട് ചുറ്റൂട്. പിന്നെ നീര് വരണ്ടേ? അല്ലെങ്കിൽ തന്നെ ഈ സൈഡ് ഇത്ര ഇതിനകത്ത് ഇരിക്കുകയല്ലേ. ഇത് വലിയ മിക്സിയാണ്. അങ്ങനെയൊന്നും ഇത് അനങ്ങൂല. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ കാണിക്കട്ടെ. മിക്സിയും കൂടെ ഇപ്പോൾ കാണാൻ പോകും. ഇത് മാമന് അയച്ചു കൊടുക്കുകയാണോ ചെയ്യണ? യൂട്യൂബ് വീഡിയോസ് ഇല്ലേ? യൂട്യൂബിൽ ഇട്ട് കൊടുത്താൽ അമ്മ എടുത്തോളൂ. അപ്പോൾ അയച്ചു കൊടുക്കണ്ടേ? അത് യൂട്യൂബിലിടാം. അത് റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബ് ഇടണ്ട. വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ. ആ ചെറുപ്പം കിട്ടാന്ന് പറഞ്ഞൊന്നും നീര് വരില്ല. നമുക്കിപ്പോൾ ഒരു സ്പൂൺ മതിയല്ലോ. അത് വരില്ല എന്ന് ഒരിക്കൽ പറഞ്ഞു ഞാൻ. ഇത് അതിൽ ആടത്തില്ല. ഇതിങ്ങനെ തെന്നി തെന്നി കിടക്കും. ഒരു സ്പൂൺ മതിയല്ലോ. പിഴിഞ്ഞെടുക്കാൻ നീര് വരണ്ടേ? ഇത് മതിയോ? അത് വേണ്ട. ഒരു ചെറിയ സ്പൂൺ. എന്താണ് സ്പൂൺ അവിടെ വെച്ചില്ലായിരുന്നു. ആ സ്പൂൺ പോലെ കറിവേപ്പിനോട് അതിനകത്ത് പറ്റുമെന്നുള്ളതാണ്. കളയരുത്. ഇനി ഒഴിച്ച് വയ്ക്കാതെ ഇത്
ഇത് കാണിക്കും, ഇത് നോക്കൂ. അങ്ങനെ ഇത് കാണിക്കും. ഞാൻ കഴിക്കാം. ഒരു സ്പൂൺ മതി, ഒരു വലിയ സ്പൂൺ മതി. വേണ്ട, ഇത്രയും മതി. വെള്ളം ചേർക്കാതെ വെള്ളം ചേർക്കാതെ മാത്രം എടുക്കുന്നതാണ്. ഇനി ഇതിനകത്ത് ബാക്കി കറിവേപ്പിലയുടെ ചാറ് കൂടി ചേർത്താൽ മതി. അങ്ങനെയല്ല, ഇതൊരു സ്പൂൺ അതൊരു സ്പൂണാണ്. ഇല്ല ഒരിക്കലും എനിക്ക് നിങ്ങളെ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത് പോകും. അതങ്ങനെ കറിവേപ്പില അരയ്ക്കും. അച്ഛാ യൂട്യൂബിൽ ഇടണ്ട. യൂട്യൂബിൽ എല്ലാവരും ഒന്നും കാണത്തില്ല. നമ്മുടെ യൂട്യൂബ് ആരും കാണുന്നില്ല. കണ്ടാൽ തന്നെ സബ്സ്ക്രൈബർ കാണുന്ന ഇത് വരും. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ആരും കണ്ടിട്ടില്ല. ഇത് ബാക്കി കറിവേപ്പില ഒന്ന് ശരിയാക്കി താ. കറിവേപ്പില ഒന്ന് ശരിയാക്കി തരാൻ. അല്ല ഒരിക്കലും അല്ല. നീ വാ, ഇത് ഒരു ടേബിൾ സ്പൂണേ കഴിക്കാവുന്നത്. ഓ ശരി തന്നെ, ഇത് വലിയ സ്പൂണാണ്. ഇതൊന്ന് കറിവേപ്പില ശരിയാക്കി താ. തലവേദന പിടിച്ചൊരു ഏർപ്പാടാണ്. അന്ന് ചെറുതിലെ കൊടുത്ത ഒരു ടേബിൾ സ്പൂണാണ്. അതിന് കൂടുതലൊന്നും കഴിച്ചുകൂടാ. എത്ര വലുതായാലും ഒറ്റ മൂലിയാണ്. ഒറ്റമൂലി അല്ല ഇത്. എടുക്കാം. ഒറ്റമൂലി ഒരു മരുന്നാണ്. അത് തന്നെ, ഒറ്റമൂലി ഒരു മരുന്ന് തന്നെ. കറിവേപ്പില ഇട്ട് നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. രണ്ടും ഓരോ സ്പൂണാണ്. ഓ ശരി, ശരി ആയിക്കോട്ടെ. ഓ ഇത് യൂട്യൂബിൽ ഇടണ്ട. അച്ഛന് അങ്കിൾക്ക് അയച്ചു കൊടുത്താൽ ഓ പോലെ. ശരി. അച്ഛന് വാട്സപ്പ് ഇല്ലടാ. അതല്ല, വാട്സപ്പ് ഇല്ല. യൂട്യൂബിൽ ഇട്ട് കൊടുക്കുന്നത്. ആണോ? അത് വിളിച്ച് പറയുമല്ലോ, നോക്കാൻ പറയും. എന്താ ചെയ്തോണ്ട് പോകാ. കറിവേപ്പില അടിച്ച് വെള്ളമില്ലാതെ, ഒരു സ്വല്പം പോലും വെള്ളമില്ലാതെ അതിനകത്ത് ചേർക്കുകയാണ്. ചെറുതായിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഈ കുമ്പളങ്ങ കൂടെ അയക്കണം. അല്ല, ഇങ്ങനെ പിരിഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കണം. പിഴിഞ്ഞു കൊടുത്തിട്ട് ഇതാ കണ്ടോ. അപ്പോൾ രണ്ട് ഈക്വലായി. അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ അല്ല, ഒരു വലിയ സ്പൂണിലാണ്. ഒരെണ്ണത്തിനകത്ത് ആ വലിയ സ്പൂണിൻ്റെ പകുതിയിൽ കുമ്പളങ്ങ അടിച്ച് ചാറെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇതാ ഇങ്ങനെ. ഒന്നും വെള്ളം ഒഴിക്കരുത്. ഇത്രയേ ഉള്ളൂ. ഇത് രാവിലെ ചായ പോലും കുടിക്കുന്നതിന് മുമ്പ് ഉറപ്പെഴുന്നേറ്റുണ്ട് പുറമേറ്റ് പോയി ഒരു സ്പൂൺ നിറയെ വേണം. ഇപ്പോൾ പപ്പ ഇത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. മക്കളെ നോക്കിയിട്ട് എൻ്റെ പുറമുറ, കാരണം സമാസമമായിരിക്കണം. ഒട്ടും കുറയരുത്. ഇതാ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഈ കുമ്പളങ്ങയുടെ കാര്യം ഞാൻ നാളെ ഒരു ഇതും കൂടെ ഇട്ട് തരാം. കാരണം പല ടൈപ്പ് കുമ്പളങ്ങയുണ്ട്. അതെല്ലാം ചിലപ്പോൾ മോന് മനസ്സിലായെന്ന് വരില്ല കേട്ടോ. ഇവിടെ വീഡിയോ എടുക്കുന്നത് ഇവിടുത്തെ നൈനുമാണ്. ഓക്കെ. അത് തന്നെ. അതിപ്പോൾ നാളെ ആവട്ടെ, നാളെ മോനെ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ശരി. ഇത് അങ്കിൾ കാണിക്കാൻ